ഇലത്താളത്തിൻ്റെ പ്രയോഗത്തിനെ കുറിച്ചിട്ട് ഗുരുവായൂരെ ഷൺമുഖേട്ടൻ ചെറിയൊരാമുഖം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകർക്കും സദസ്യർക്കും നമസ്കാരം. ഈ ബാബു ഇങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആധികാരികമായിട്ട് ഈ എഴുത്താറിനെ പറ്റി സംസാരിക്കാനോ എന്നുള്ളൊരു നമുക്ക് കഴിവില്ല. അത് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ സമൂഹത്തിന് കൂട്ടിക്കൊട്ടാനില്ല, അതിനനുസരിച്ചുള്ള ആ ഒരു വായത്താരി പറഞ്ഞോളൂ. അങ്ങനെ അധികമൊന്നും പറയണ്ടായി. ഇപ്പോൾ പത്മനാരി പറഞ്ഞോളൂ, അറിവുള്ളതിനെ വെച്ച് പറഞ്ഞോളൂ. എന്തായാലും നിർബന്ധപൂർവ്വം ഞാനത് എന്തായാലും സമ്മതിക്കാണ്ടിരിക്കേണ്ട എന്നൊരു വേദിയല്ലേ, ഇന്നലെ അറിവുള്ള കാര്യങ്ങൾ പറയാം എന്ത് സംഭവിച്ചു മാത്രം. ഈ താളം, ഇലത്താളം വാദ്യം, ഇലത്താളം കൊട്ടുക എന്നല്ല, താളം പിടിക്കുക എന്നാണ് പറയാം. കാരണം ഇതിപ്പോൾ പഞ്ചവാദ്യ മേളായാലും പഞ്ചവാദ്യമായാലും തായമ്പുകയായാലും എന്ത് കാര്യമായാലും ആ മേളത്തിനോട് യോജിച്ച് പിടിക്കുക എന്നാണ്. അതായത് ഇപ്പം എന്താ കാരണം വെച്ചാൽ നമ്മൾ കൂട്ടാൻ വെച്ചാൽ ഉപ്പില്ല വെച്ചാൽ നന്നാവും. അപ്പോൾ എന്ന പോലെയാണ് ആ ഇലത്താളത്തിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയാവുള്ളൂ. അപ്പോൾ ചെണ്ട പഠിക്കാനും മറ്റേ തിമല പഠിക്കാനും എന്ത് പഠിക്കാനും ശരി താളം ആവശ്യമില്ല, പഠിക്കാൻ താളം ആവശ്യമില്ല, ഇലത്താളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ എഴുത്താളം ആവശ്യമാണ്. കാരണം എന്നാലേ അത് ഭംഗിയാവുള്ളൂ, അതിൻ്റെ ശബ്ദം എല്ലാം കൂടി ശരിയാവുള്ളൂ. അതല്ലേ ഭംഗി. എഴുത്താളത്തിൽ ഇപ്പോൾ വലിയ വലിയ മേളങ്ങളുണ്ട്. മേളായാലും ശരി പഞ്ചവാദ്യമായാലും ശരി, എഴുത്താളം ഇല്ല വെച്ചാൽ എന്തായാലും ഒരു സ്ഥലം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടാലും ഉപ്പില്ലാത്ത പോലെ അത് വിചാരിക്കില്ലേ. അപ്പം അങ്ങനെ ഒരു വാദ്യമാണ്. അപ്പം ഈ വാദ്യം ഘനവാദ്യം എന്നാണ് സംഗതി. തോൽവാദ്യം ചെണ്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോന്നിനും. അപ്പോൾ ഈ എന്താണ് എൻ്റെ വിഷയം വിട്ടു പോകണു. ഇത് ചേരുക എന്നാണ്, മലയാളത്തിൽ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാണ്ട് ഇതിന് പ്രത്യേകം പഠിപ്പിക്കുക, അതായത് ഇലത്താളത്തിനെ പഠിപ്പിക്കുക എന്നൊരു സമ്പ്രദായം പണ്ട് ഇല്ല. ഇപ്പം ആരൊക്കെ പഠിക്കണമെന്ന് പറയേണ്ട കൂടെയല്ലാണ്, എനിക്ക് അതിൻ്റെ അനുഭവമൊന്നുമില്ല. അത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത് തീ തീ തൈ എന്ന് ചിലപ്പോൾ ചെറുപ്പകാലത്ത് പോയി ഞങ്ങളൊക്കെ പറയും കുഞ്ചിഞ്ചി. അപ്പം തീ തീ തൈ എന്നുള്ളൊരു ഭാഷയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ തായമ്പയ്ക്കായാലും എന്തിനായാലും അപ്പം അതിൽ നീട്ടിപ്പിടിക്കുന്നുണ്ട്. ദി തീ ദി 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 പഞ്ചായത്തിനായിട്ട് ദി 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 അങ്ങനെയൊക്കെ അതുണ്ട്. അപ്പോൾ അത് ആ മേളാണോ പഞ്ചവാദ്യമാണോ തായമ്പയാണോ അതിൻ്റെ താളത്തിനനുസരിച്ച് പിടിക്കുക. അത് വലന്തലക്കാരൻ പിടിക്കും, ആ വലന്തലക്കാരൻ പിടിക്കുന്നതനുസരിച്ച് നമ്മളവിടെ തീന്ന് വരണം. അപ്പോൾ തായമ്പയായാലും എന്നിരിച്ചിട്ട് ഓരോ മാറ്റങ്ങളുണ്ട്. ഇപ്പം എല്ലാവർക്കും തായം പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഒരു മേളം കുടിക്കാൻ നമുക്ക് എന്താ പണിയുണ്ടാ, നീ പോന്നെ പോയിട്ട് താളം പിടിച്ചെടുത്തും ഒരറ്റത്ത് എടുത്തും, അയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടാന്ന് പറഞ്ഞാലും നീ പോരെ എന്ന് പറഞ്ഞിട്ട് അപ്പം അറിയാത്തവരും ഈ താളത്തിൽ വന്ന് നിൽക്കും. പക്ഷേ അറിയുന്നവർ വേറെ അറിയണം, എല്ലാം അറിയണം, അറിഞ്ഞിട്ട് പിടിക്കണം. ഇപ്പോൾ തായമ്പ തുടങ്ങി ഇടാൻ തുടങ്ങി അത് ചെമ്പയോട്ടത്തിൽ അവസാനിക്കുന്നു. അതുപോലെ ഒരു മുഖത്തിൻ്റെ കുറച്ച് കണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്നൊക്കെ കെട്ടിയിട്ട് പിന്നെ ഒരു പൊടികൾ കൊട്ടുന്നു. അപ്പോൾ അതിൻ്റെ മുത്തായ്പ വേണ്ടിയിട്ട് അവസാനിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ദീർഘമായിട്ട് പിടിക്കണം, അതായത് അറിയണം. അതിപ്പോൾ ഇങ്ങനെ ഈ സാധാരണ പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതൊക്കെ ഈ കൽത്താളം എന്ന് പറയുന്നത് പ്രയോഗിക്കുമ്പോൾ ആ മേളാണോ പഞ്ചവാദ്യത്തിലോ പ്രയോഗിക്കുമ്പോൾ കൂട്ടത്തിൽ കൊട്ടണതാണ്. ഇത് മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു അവസരമാണ്. എല്ലാവരും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുഖത്തിൽ പൊടി കൊട്ടുമ്പോൾ അത് കഴിഞ്ഞാൽ വിളംബകാലത്തിൽ, അത് കഴിഞ്ഞാൽ നാലാം കാലത്തിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂറ്, അതിനെ ഇടവട്ടം ഇടനില രണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ ഓരോ അതിൻ്റെതായ തരത്തിൽ പിടിക്കാമല്ലോ. പിന്നെ ഇടവട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഇടവട്ടത്തിൽ മാത്രമേ അപ്പോൾ ചിലരതിലൊക്കെ മനോധർമ്മ ഉപയോഗിക്കും ഇപ്പോഴത്തെ കാലത്ത്. അതിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ താളം പിടിക്കുക എന്നാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അത് പിന്നെ ദീർഘകാലത്തിൽ ഏകതാളത്തിലേക്ക് കയറി വരണം മാത്രം ഇരിക്കട അതിന് വരണം.
അപ്പോൾ അതിനനുസരിച്ച് പിടിക്കുക. അതുപോലെ മേളം ഇപ്പോൾ പഞ്ചായത്ത് ഒന്നാം കാലം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം ഇതുണ്ട്, കലാശമുണ്ട്. കലാശത്തിന് വേറെയാണ്. പണ്ട് കാലത്ത് കലാശിക്കുമ്പോൾ അത് താളത്തിനൊപ്പേ താളം പിടിച്ചായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ കാലത്തിന് കളിച്ചിട്ട് ഈ കുമ്മത്തെ വീണോട്ടിനും ചെറുമണിയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ മറ്റേ കലാശ സമയത്ത് അങ്ങനെ അവിടുന്നുള്ളൂ. ആ പഴയ കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചുള്ളൂ. ഇപ്പൊ അത് ജി എന്ന് പിടിച്ചു തുടങ്ങി. അതൊരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി മാറ്റം വന്നിട്ടുണ്ട്. നല്ലതാണ്, അല്ല. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് അത് അപ്പോൾ ആ കലാശനായി. അത് ആ കാലം മുറുകി അത് അടുത്ത കാലത്തിൽ അതിൻ്റെ താളത്തിൽ അങ്ങനെ മാറ്റങ്ങൾ അറിയണം. താളത്തിൽ അറിയാണ്ട്. പക്ഷെ അപ്പം പണ്ട് എന്താ വെച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാർ വിളിക്കുമ്പോഴും അത് ഇത്രയേ ഉള്ളൂ വില എന്നുള്ളതല്ല, വിലയുണ്ട്. എഴുത്താളത്തിന് വിലയുണ്ട്. എഴുത്താളം പിടിക്കേണ്ട പോലെ പിടിക്കണം, എന്നാലേ എഴുത്താൾക്കാരനാവുള്ളൂ. അത് ഈ വാദ്യത്തിലെ അവിഭാജ്യ ഘടകമാണ് ഈ വാദ്യം. അപ്പോൾ ഈ വലന്തല ഈ താളം കണക്കാക്കിയത് വലന്തല പിടിക്കും. അവിടെയൊക്കെ ഇതിൻ്റെ തീരുമാനം വരിക. അതുപോലെ തായമ്പേക്ക് നിലയിൽ വിളമ്പ കാലത്തിലൊക്കെ ഓരോ പൊടികൾ കൂട്ടുമ്പോൾ അതിൻ്റെ ദീർഘം അവസാനത്തെ മുത്തായി പോട്ടിട്ടോ 2 കാലത്തെ മുത്തായി പോട്ടിട്ടോ അങ്ങനെ പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇടിക്കാൻ ഒരു അറിവുണ്ടാവണം, അത് പരിചയം ഉണ്ടാവണം. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ പിടിക്കുന്നതാണ് താളം. താളത്തിന് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല. താളം അഭിഭാജ്യമാണ്, വേണ്ടതാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വീണ്ടും പറയാൻ വിചാരിക്കില്ലേ, കുട്ടികളെ ഏതെങ്കിലും അറിയില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരുന്നതും അതല്ല. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എലത്താഴത്തിന് വായത്തെ അരിയോ ഇങ്ങനെ ഒരു താളോട്ട് ഇങ്ങനെയാണെന്ന് ഒരാൾ പഠിപ്പിച്ചെടുക്കലോ ഒന്നും പണ്ടുണ്ടായിട്ടില്ല. കേട്ടും കണ്ടും പഠിക്കണതാണ് ഈ എലത്താളം. പക്ഷേ എന്നാൽ പോലും ശരിക്കും താളത്തിൽ വേണം, അതാണ് പ്രത്യേകത. അത് അറിയാനുള്ള പഠിക്കണം. അത് കേട്ടും കണ്ടും പഠിക്കണം, അതന്നെ കഴിവ്.